ഞാൻ കേരളത്തിലെ മിക്ക ജയിലുകളിലും കിടന്നിട്ടുണ്ട് കഥാപാത്രങ്ങളായിട്ട്. കണ്ണൂർ ജയിലിന്റെ പ്രത്യേകത രണ്ടുപേരെ ഒരുമിച്ച് തൂക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ അന്ന് അതിന് സാക്ഷിയായിരുന്ന അവിടുത്തെ ജയിലേഴ്സിനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, തലേ ദിവസമൊക്കെ ആയി അല്ലെങ്കിൽ രാവിലെ ആയി പോകുമ്പോഴും എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അന്നും വേണ്ടെന്ന് പറയും. കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നടന്നു പോകുന്നു, ഒരു വേറെ ലോകത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ പോലെ. അല്ല സിനിമകളിൽ മാത്രമേ ഉള്ളൂ എനിക്കൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ എന്ത് വേണം ചെയ്യാന്നൊക്കെ. അപ്പൊ അതൊരു മാനസികാവസ്ഥയായിരുന്നു. കാര്യം എന്നെ ആ സിനിമയിൽ ഹാങ് ചെയ്തിരിക്കുന്ന, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, 13 വർഷം, ആ സിനിമ ഇറങ്ങുന്നതിന് 13 വർഷം മുമ്പ് തൂക്കിക്കുന്ന ഒരാളുടെ കയറായിരുന്നു. അത് ഇടുമ്പോഴുള്ള വെയിറ്റ് എന്ന് പറയുന്ന കയറിനേക്കാളിലും വലിയ വെയിറ്റാണ്, അതിന്റെ ഭാരത്തിനേക്കാളിലും വലിയ ഭാരമാണ് അത്. അതിന്റെ മുകളിൽ പോയി നിൽക്കുമ്പോൾ അപ്പൊ ഞാൻ ഈ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജയിലർ, ഇതിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ആ ഷോട്ടിൽ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. കുറെ ദിവസമായി ഞാൻ അവിടെ താമസിച്ചു. ഇതേ അവസ്ഥയാണെന്ന് തോന്നുന്നു. കാര്യം 10 അല്ലെങ്കിൽ 7-8 വർഷമൊക്കെ അവിടെ ജയിലിൽ കിടന്ന് അവർ തമ്മിൽ ഒരു അറിയാതെ സൗഹൃദം ഉണ്ടാവും. അയാളെ പിറ്റേ ദിവസം തൂക്കിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു മാനസിക ഇതേ കരയുന്നു. ഞാൻ ഷോട്ട് കഴിഞ്ഞ് വെച്ചു, ചേട്ടാ എന്താ പറ്റി? മോഹൻലാൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു മനുഷ്യരാണ്. പക്ഷെ ഭയങ്കര ഒരു വല്ലാത്തൊരു തേങ്ങലോട് കൂടിയായിരിക്കാം ആ കഥാപാത്രം ഞാൻ ചെയ്തത്. അത് കഴുത്തിലിടുമ്പോൾ ഒരവസ്ഥ. തലേ ദിവസം അത് അവര് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിൽക്കുമ്പോൾ അല്ലാതെ തലേ ദിവസം ഇത് നോക്കും. അപ്പൊ ഞാൻ ആ ജയിലിൽ കിടന്ന ഒരാളുടെ മാനസികാവസ്ഥയെപ്പറ്റി ഞാൻ ആലോചിച്ചു. കാര്യം അതിന്റെ അപ്പുറത്ത് വലിയൊരു മരമുണ്ട്. അപ്പൊ ആ ലിവർ വലിക്കുകയും, ഇത് വലിയൊരു അയൺ ഷീറ്റാണ്, അത് വന്ന് ആ ഭിത്തിയിൽ അടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു 1000കണക്കിന് കാക്കകളാണ് പറക്കുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അത്തരം മാനസികാവസ്ഥയിലാണ് ഞാൻ സദ്യം എന്ന ചിത്രം ചെയ്തത്. അതൊരു വല്ലാത്ത സിനിമയാണ്. സദ്യം സിനിമ ഹൃദയഭേദകമായ ഒരു അനുഭവം.